ലബനനിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിന് അംഗീകാരം കൊടുത്ത് ഇസ്രയേൽ ക്യാബിനറ്റ് അതിർത്തികളിൽ നിന്ന് സേനകളെ പിൻവലിക്കാനും ജനവാസം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള കരാറിനാണ് ഇസ്രയേൽ പച്ചക്കൊടി വീശിയിരിക്കുന്നത്. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹെസ്ബുള്ള ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് നെതന്യാഹു. ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ അംഗീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മന്ത്രിസഭയുടെ തീരുമാനം. ഈ 2 മാസ കാലയളവിൽ ലബ്നനിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറണമെന്നും ഹെസ്ബുള്ള ഇസ്രായേലിനെതിരായ സായുധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും അടക്കമാണ് കരാറിലെ വ്യവസ്ഥകൾ. കുടിയിറക്കപ്പെട്ട ലബ്നീസ് ഇസ്രായേൽ ജനതയ്ക്ക് സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം ഒരുക്കണമെന്നും കരാറിലുണ്ട്. ഇതിനകം 3000-ലധികം പേരെ കൊലപ്പെടുത്തുകയും 60,000-ഓളം പേരെ കുടിയിറക്കുകയും ചെയ്ത ഇസ്രായേൽ ഹെസ്ബുള്ള ഏറ്റുമുട്ടലുകൾക്ക് താൽക്കാലിക വിരാമമെങ്കിലും കരാറിലൂടെ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം വെടിനിർത്തലിനോട് ഏതുവിധത്തിലായിരിക്കും ഇരുവിഭാഗവും സഹകരിക്കുക എന്ന സംശയവും ഉയരുന്നുണ്ട്. വെടിനിർത്തലുണ്ടാകുന്ന പക്ഷം ഏതുവിധത്തിലുള്ള പ്രകോപനങ്ങളോടും സീറോ ടോളറൻസ് നിലപാടായിരിക്കും ഇസ്രായേലിനെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഹെസ്ബുള്ളയ്ക്കെതിരായ പ്രതിരോധം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നെതന്യാഹു പരസ്യമാക്കിയിട്ടുമുണ്ട്. മറുവശത്ത് അതിർത്തി മേഖലയിലെ സാന്നിധ്യം പൂർണ്ണമായും നീക്കണമെന്നടക്കം വ്യവസ്ഥകളാണ് ഹെസ്ബുള്ളയ്ക്ക് മുന്നിലുള്ളത്. എന്നാൽ അഭയാർത്ഥികളുടെ പുനരധിവാസമടക്കം പ്രവർത്തനങ്ങളുമായി തുടരുമെന്നാണ് ഹെസ്ബുള്ള നിലപാട്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഖാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനെതിരെ ഹെസ്ബുള്ള യുദ്ധരംഗത്തുണ്ടായിരുന്നു. പിന്നീട് ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകളിലേക്കുള്ള ഹെസ്ബുള്ളയുടെ ആക്രമണത്തോടെയാണ് ഇസ്രായേൽ ലബ്നനിലേക്ക് തുറന്ന യുദ്ധം ആരംഭിച്ചത്. ഈ 13 മാസ കാലയളവിനിടെ ഹസൻ നസ്രള്ളയടക്കം ഉന്നത നേതൃത്വത്തിന്റെ ചിറകൊടിച്ച നഷ്ടങ്ങളാണ് ഹെസ്ബുള്ളയ്ക്കുണ്ടായത്. ലോകബാങ്കിന്റെ കണക്കുപ്രകാരം $8.5 ബില്യൺ നഷ്ടം ലബ്നനുമുണ്ടായി. ഈ നിലയിലാണ് ഹെസ്ബുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നതെന്നാണ് സൂചന. അതേസമയം സജീവമായി വെടിനിർത്തൽ ചർച്ച നടക്കുന്നതിനിടയിലാണ് ചൊവ്വാഴ്ച ഇരുവിഭാഗവും ശക്തമായ ഏറ്റുമുട്ടലുണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.